ഫ്രണ്ട്സ്, ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കറിവേപ്പില വച്ചിട്ട് ഒരു പൊടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനൊക്കെ പറ്റിയൊരു ഇത്തിരി ഗുണങ്ങളേറിയ ഒരു കറിവേപ്പില പൊടിയാണ്. അതുകൊണ്ട് നമ്മൾ കറിവേപ്പില വെച്ച് നമ്മളിപ്പോൾ കറിയിലിട്ട് കഴിഞ്ഞാൽ കളയത്തല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചോറിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാനും ദോശ ഇഡലിയിലൂടെയൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിവിടെ നാടൻ കരിവേപ്പിലയാണ് കിട്ടിയിട്ടുള്ളത്. വീട്ടിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. അടുത്ത വീട്ടിലെ ഒരമ്മൂമ്മ എനിക്ക് മുരിങ്ങയിലയും കറിവേപ്പിലയും കൂടി പറിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നാടൻ കറിവേപ്പില കിട്ടുമ്പോൾ തന്നെ എനിക്ക് ഈ റെസിപ്പി വീഡിയോ ചെയ്ത് എല്ലാവരെയും കാണിക്കണമെന്നുണ്ടായിരുന്നു. അല്ലാത്ത നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ഒത്തിരി കറിവേപ്പില ഇടാറില്ല കേട്ടോ കറിയിൽ. നമുക്ക് ഈ നാടൻ കിട്ടുമ്പോൾ ഞാൻ ഒത്തിരി കൂടുതൽ കറിയിലിടും. അത് ഒത്തിരി കെമിക്കൽ അടിക്കുന്നതെന്നൊക്കെയല്ലേ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അധികം കറിവേപ്പില കറിയിൽ വാരി ഇടാറില്ല. ഇതുപോലെ നാടൻ കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ട് അത് ഒത്തിരി ഇടാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പൊടി പൊടിച്ച് വയ്ക്കാനുള്ള റെസിപ്പിയാണേ. ഇത് നാടനായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വെള്ളത്തിലേ കഴുകിയുള്ളൂ കേട്ടോ. പറിച്ചോടെ കിട്ടിയതാണേ. അപ്പോൾ കറിവേപ്പില ഒരു വെള്ളത്തിൽ കഴുകി നമ്മളൊരു തുണിയിൽ വിരിച്ച് വെയിലത്ത് വേണേലും ഇടാം, അല്ലാതെ ആണെങ്കിൽ വെയിലില്ലേലും കുഴപ്പമില്ല കേട്ടോ. 1-2 മണിക്കൂർ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അങ്ങനെ വെച്ചിരിക്കണം. വെയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളമൊക്കെ ഊറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കോട്ടൺ തുണി വിരിച്ചിട്ടാണ് നമ്മൾ ഈ കറിവേപ്പില ഉണങ്ങാനായിട്ട് വെച്ചത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വറക്കുന്ന സമയം ചൂടാക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ വറ്റിപ്പോകും കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എല്ലാം നന്ന രീതി കഴുകി എടുത്ത് ഉണക്കാൻ വെച്ചിട്ട് നമുക്കത് പെട്ടെന്ന് സിമ്പിളാണ് കേട്ടോ. ഈ കറിവേപ്പില കഴുകി ഉണക്കുന്ന പാടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് ആദ്യം ഒരു പാനിലിട്ട് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ വഴറ്റി നല്ലൊരു സൗണ്ട് വരത്തില്ലേ, കറിവേപ്പിലൊക്കെ വറക്കുമ്പോൾ നല്ല പിരിഞ്ഞ് വരുമ്പോൾ ഒരു സൗണ്ട് കേൾക്കത്തില്ല. ആ പരുവാകുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുറത്തുനിന്ന് വാങ്ങുന്ന കരിവേപ്പിലയാണെങ്കിൽ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒത്തിരി നേരം വെച്ചിട്ടേ നമുക്ക് കരിവേപ്പില യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കരിവേപ്പില വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിലോട്ട് തന്നെ കുറച്ച് ജീരകവും 5-6 കഷ്ണം വെളുത്തുള്ളി ഇട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. ജീരകം ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം. ഈ കറിവേപ്പില മാറ്റി വെച്ചിരിക്കുന്നില്ലേ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ജീരകവും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പാനിലോട്ട് തന്നെ കുറച്ച് ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് പെറ്റ് ചെയ്ത ഉഴുന്നായാലും മുഴുവൻ ഉഴുന്നായാലും പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ ഉഴുന്നും പിന്നെ എരിവിനാവശ്യമായ മുളക്, ഞാനിവിടെ 4 വറ്റൽ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ വറ്റൽ മുളകും കൂടി ഇട്ട് 2 എണ്ണം ഇട്ടാലും മതി, എരിവിൻ്റെ ആവശ്യമില്ലല്ലോ ഇതിന്. അപ്പം നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഉഴുന്ന് നല്ല ചൂടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കറിവേപ്പില പിന്നെ ഇട്ടാൽ മതി കേട്ടോ. ആദ്യം ഉഴുന്നിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് ഈ കറിവേപ്പിലയും പാകത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പോഴാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത്, ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്ക് പൊടിച്ചെടുത്തപ്പം അത്ര നല്ലതായിട്ട് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി പൊടിച്ചപ്പോൾ ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ചോറിൻ്റെ കൂടെ ഇതും പിന്നെ നെയ്യ് വേണേലും ഒഴിക്കാം കേട്ടോ. എണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് ചോറിൻ്റെ കൂടെ കുഴച്ചങ്ങ് കഴിക്കാം. ഒരുപാട് ഗുണങ്ങളേറിയതാണ് കേട്ടോ. ഇതുപോലെ കറിവേപ്പില എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എനിക്കിനി 2 റെസിപ്പിയും കൂടെ വേറൊരു ദിവസം കാണിക്കാമേ. നമുക്കിതുപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും സൈഡിൽ നമുക്ക് പൊടി വെച്ചതിന് ശേഷം കുഴച്ച് എണ്ണയും കൂടി ഒഴിച്ചോ എണ്ണയോ നെയ്യോ എന്തെങ്കിലും കുഴച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. എരിവ് അനുസരിച്ചിട്ടാൽ മതി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പം ഒത്തിരി ഗുണങ്ങളേറിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മോന് ഈ പൊടി ഒരുപാട് ഇഷ്ടമാണ്, എപ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതാണ് കേട്ടോ. ബൈ, സീ യു.